നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മയക്കുമരുന്ന് കടത്തലിലൂടെ അനധികൃതമായി സമ്പാദിച്ച പ്രതികളുടെ 60 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി പോലീസ്. രാസലഹരി കടത്തുകേസിലെ 10 പ്രതികളെ 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിലാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച് ജില്ലാ പോലീസ് മേധാവി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ തൃപ്രയാറിൽ നടക്കും. പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടക്കും. തൃശൂർ മൃഗശാലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റുന്നതിനുള്ള തടസ്സങ്ങൾ മാറി. മൃഗങ്ങളെ മാറ്റാനുള്ള ഉത്തരവ് കേന്ദ്ര സൂ അതോറിറ്റി പുതുക്കി നൽകി. ഈ മാസം അവസാന വാരത്തോടെ സുവോളജിക്കൽ പാർക്ക് തുറക്കും. അരിമ്പൂർ അന്തിക്കാട് മേഖലയിലെ 2400-ലേറെ ഏക്കർ പാടത്ത് നെൽകൃഷി വെള്ളം കിട്ടാതെ ഉണക്ക് ഭീഷണിയിൽ. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കർഷകരുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. മയക്കുമരുന്ന് കടത്തലിലൂടെ അനധികൃതമായി സമ്പാദിച്ച പ്രതികളുടെ 60 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി പോലീസ്. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മയക്കുമരുന്ന് കടത്തുകേസിലെ പ്രതികളായ ദീപക്, താരിസ്, ആഷ്ലിൻ, അഖിൽ, ഫസീല എന്നിവരുടെ സ്വത്തുക്കളാണ് കോടതി ഉത്തരവ് പ്രകാരം കണ്ടുകെട്ടിയത്. ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ കോമ്പിറ്റന്റ് അതോറിറ്റിയാണ് ഉത്തരവിട്ടത്. സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട 10 ലക്ഷം രൂപ വില വരുന്ന ക്രിപ്റ്റോ കറൻസി തൃശൂർ റൂറൽ പോലീസ് കോടതി ഉത്തരവ് പ്രകാരം ആദ്യമായി ഔദ്യോഗിക ഹാർഡ്വെയർ ക്രിപ്റ്റോ വാലറ്റിലേക്ക് മാറ്റി സുരക്ഷിതമാക്കി. ഇരിങ്ങാലക്കുട സ്വദേശിയിൽ നിന്ന് 1,12,09,651 രൂപ തട്ടിയെടുത്ത കേസിലാണ് നടപടി. നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. രാസലഹരി കടത്തുകേസിലെ 10 പ്രതികളെ 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിലാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച ജില്ലാ പോലീസ് മേധാവി. രാസലഹരി കച്ചവടക്കാരായ ഗുരുതിപ്പാല സ്വദേശി വിശാൽ, പരിയാരം സ്വദേശി മാർട്ടിൻ, പൂപ്പത്തി സ്വദേശി ഷാജി, മരോട്ടിച്ചാൽ സ്വദേശി ഷിജോ, കൊടുങ്ങല്ലൂർ പടാക്കുളം സ്വദേശി നിഷ്താഫിർ, പടിയൂർ സ്വദേശി മുഹമ്മദ് ബഷീർ, നടവരമ്പ് കല്ലംകുന്ന് സ്വദേശി ദീപക്, കൊരട്ടി സ്വദേശി ഷാജി, കേച്ചേരി സ്വദേശി ദയാൽ, പെരിങ്ങോട്ടുകര സ്വദേശി ലിഷൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ തൃപ്രയാറിൽ നടക്കും. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ 10-ന് തൃപ്രയാർ കോർണിഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി P. ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും, പോൾ ജേക്കബ് ഓഡിറ്റർ റിപ്പോർട്ടും അവതരിപ്പിക്കും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കും. 220ഓളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വൈകിട്ട് 4:30-ന് തൃപ്രയാർ സെന്ററിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് 5-ന് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രൗണ്ടിൽ പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിക്കും. മണലൂർ MLA മുരളി പെരുന്നല്ലി മുഖ്യാതിഥിയായിരിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P. ആന്റണി, ജില്ലാ ട്രഷറർ CG ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ K. ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സമ്മേളനം മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം, തിരൂരിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ COA തൃശൂർ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P. ആന്റണി, ട്രഷറർ CG ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ K. ബിജുകുമാർ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ജാഥ നടത്തി. 100 കണക്കിന് കേബിൾ TV ഓപ്പറേറ്റർമാർ അണിനിരന്ന വിളംബര ജാഥ തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് പോളി ജംഗ്ഷനിൽ സമാപിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി PA ആന്റണി, സ്വാഗത സംഘം ജനറൽ കൺവീനർ K. ബിജുകുമാർ തുടങ്ങിയവർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി.
തൃശൂർ മൃഗശാലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റുന്നതിനുള്ള തടസ്സങ്ങൾ മാറി. മൃഗങ്ങളെ മാറ്റാനായുള്ള ഉത്തരവ് കേന്ദ്ര സൂ അതോറിറ്റി പുതുക്കി നൽകി. 6 മാസത്തേക്കാണ് ഉത്തരവ് പുതുക്കി നൽകിയത്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ മൃഗശാലയിൽ നിന്ന് മൃഗങ്ങളെ വീണ്ടും മാറ്റി തുടങ്ങുമെന്ന് സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു. പക്ഷികളടക്കം 200ഓളം ജീവികളെയാണ് മാറ്റുന്നത്. ഇതിനു പുറമെ നെയ്യാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് 3 ചീങ്കണ്ണികളെ ഈ ആഴ്ച തന്നെ സുവോളജിക്കൽ പാർക്കിലെത്തിക്കും. 28 ആവാസ ഇടങ്ങളാണ് സുവോളജിക്കൽ പാർക്കിലുള്ളത്. വെർച്വൽ സൂ, മാനുകൾക്കായുള്ള സഫാരി പാർക്ക് തുടങ്ങിയവയും ഒരുക്കുന്നുണ്ട്. സുവോളജിക്കൽ പാർക്ക് വരെയുള്ള റോഡ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. പുത്തൂർ പാലം മുതൽ കുരിശുമൂല വരെയുള്ള റോഡ് നിർമ്മാണമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. 10 ദിവസത്തിനകം റോഡ് നിർമ്മാണം പൂർത്തിയാക്കി ഈ മാസം 23-നുള്ളിൽ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാനാണ് അധികൃതരുടെ നീക്കം. റവന്യൂ മന്ത്രി കെ രാജൻ സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ച് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അരിമ്പൂർ അന്തിക്കാട് മേഖലയിലെ 2400-ലേറെ ഏക്കർ പാടത്തെ നെൽകൃഷി വെള്ളം കിട്ടാതെ ഉണക്കുഭീഷണിയിൽ. ജലസേചന കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാപക പ്രതിഷേധം. 2 ആഴ്ചയിലേറെയായി അന്തിക്കാട് അരിമ്പൂർ മേഖലയിലെ പാടശേഖരങ്ങളിലേക്ക് വെള്ളം ലഭിച്ചിട്ട് വരണ്ടുണങ്ങാൻ തുടങ്ങിയ കൃഷിക്ക് 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കൃഷി നശിച്ച് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുക. അരിമ്പൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വിളക്കുമാടം പടവിലെ 300 ഏക്കർ, തോട്ടുപുര പടവിലെ 100 ഏക്കർ, കൊടയാട്ടി പടവിലെ 250 ഏക്കർ, അന്തിക്കാട് പഞ്ചായത്തിലെ പടവിലെ 1800 ഏക്കർ എന്നിവിടങ്ങളിലാണ് വെള്ളം കിട്ടാതെ കർഷകർ കൃഷിനാശ ഭീഷണി നേരിടുന്നത്. വിത കഴിഞ്ഞ് 80 ദിവസം കഴിഞ്ഞ പാടശേഖരങ്ങളാണിവ. ചിമ്മണി ഡാമിൽ നിന്നും വരുന്ന വെള്ളം ഇടയ്ക്ക് വെച്ച് തടയണ നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് തുറന്നുവിടാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറഞ്ഞു. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടികളാണ് ഉണ്ടാകുന്നതെന്നാണ് പരാതി. വെള്ളം തുറന്നുവിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ പാടശേഖരത്തിലെ പുറംചാലിൽ വെള്ളം എത്തിയിട്ടില്ല. ചാലുകൾ വറ്റി വരണ്ടു തുടങ്ങി. വെള്ളമില്ലാതായതോടെ നെല്ലിൽ പുളി കയറി കരിഞ്ഞു തുടങ്ങിയതായി കർഷകർ പറഞ്ഞു. ജനുവരി 22 ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നമായിട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് KLDC ഉദ്യോഗസ്ഥന്മാർ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെള്ളമില്ലാതെ നെല്ല് വന്ന് കതിര് വന്നിട്ട് ഇപ്പോൾ കരിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വെള്ളം വേണം. അവർ പറഞ്ഞ് വെള്ളം വിട്ടിരുന്നു പറഞ്ഞിട്ടും ഇവിടെ ഇതുവരെ തുള്ളി വെള്ളം നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പടവിലേക്ക് വെള്ളത്താതെ കൃഷി നശിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ 2 ദിവസം കൂടി വെള്ളം എത്തിയില്ലെങ്കിൽ ഈ നെല്ല് മുഴുവൻ നമുക്ക് കത്തിച്ചാലുള്ള അവസ്ഥയിലേക്ക് പോകും. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വളരെയധികം വീഴ്ച തന്നെയാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഇതിന് ഏറ്റവും വീഴ്ച വരുന്നത്. അവരുടെ ഭാഗത്ത് ഒരു വിധ സഹായവും ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ മറുപടി ഇന്ന് വിട്ടു, വെള്ളം വിട്ടു, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് മാത്രമല്ലാതെ വേറെ ഒരു കാര്യത്തിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരിടപെടലില്ല. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരോ ഇറിഗേഷൻ വകുപ്പ് അധികൃതരോ വിവരങ്ങൾ അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കർഷക സംഘം സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. ഏകദേശം 2500 ഏക്കറയ്ക്ക് മുകളിൽ നെൽകൃഷി നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഇപ്പോൾ 2 ദിവസത്തിനകം വെള്ളം വന്നില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഇവിടുത്തെ കർഷകർ നേരിടേണ്ട ഒരു അവസ്ഥയാണ്. ഇത്ര ദിവസമായി കർഷകർ ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് കൃഷി വകുപ്പിന്റെ ടീമോ ഇറിഗേഷന്റെ ഉദ്യോഗസ്ഥരോ ഇതുവരെയായിട്ടും ഈ പ്രദേശത്തേക്ക് പോലും വന്നിട്ടില്ല. ഇറിഗേഷൻ ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോവാണ്. കൃഷിക്ക് വെള്ളം കിട്ടാതെ കർഷകർ വലയുന്ന അവസ്ഥയിലും ചിലയിടത്ത് കൊയ്ത്ത് കഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ താറാവ് തീറ്റയ്ക്കായി ഇറിഗേഷൻ അധികൃതരുടെ ഒത്താശയിൽ വെള്ളം നിറച്ചു നിർത്തുന്ന പ്രവണതയുമുണ്ടെന്ന് കർഷകർ ആരോപിച്ചു. TCV തൃശൂർ. ജില്ലയിലെ കോൾപ്പാടങ്ങളിലെ ജലദൗർലഭ്യം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ കോൾ കർഷകരുടെ പ്രതിഷേധം. മുരളി പെരുന്നെല്ലി MLA, PR വർഗീസ്, NK സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, K ഗോപിനാഥൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അന്തിക്കാട്, പുഴയ്ക്കൽ, പറപ്പൂർ, മുല്ലശ്ശേരി മേഖലകളിൽ അടിയന്തരമായി വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്.
പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയും ദേവസംഗമ സമിതി ചേർപ്പും സംയുക്തമായി ആദരണീയം സംഘടിപ്പിച്ചു. തിരുവുള്ളക്കാവ് ദേവസ്വം കല്യാണ മണ്ഡപത്തിൽ നടന്ന ആദരം റിട്ടയർഡ് DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ദേവമേള പുരസ്കാരം അഷ്ടവൈദ്യൻ ET നീലകണ്ഠൻ മൂസിന് നൽകി ആദരിച്ചു. പൂരത്തിലെ 24 ഘടകക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ആദരിച്ചു. ദേവസംഗമ സമിതിയുടെ പൂരം ധനസഹായ വിതരണം സമിതി പ്രസിഡന്റ് A. കുമാരൻ നിർവഹിച്ചു. 14 ക്ഷേത്രങ്ങൾക്കാണ് ധനസഹായം വിതരണം ചെയ്തത്. പൂരം സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EV കൃഷ്ണൻ നമ്പൂതിരി, തിരുവുള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ സോമയാജിപ്പാട്, PK ദാമോദരൻ എന്നിവർ സംസാരിച്ചു. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ അഷ്ടമി വിളക്ക് ആഘോഷിക്കുന്നു. ശീവേലി എഴുന്നള്ളിപ്പിന് നിരവധി ഭക്തർ അകമ്പടിയേകി. പ്രസാദ ഊട്ടിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ചൊവ്വാഴ്ച 2ാം അഷ്ടമി വിളക്കിന് രാവിലെ 8-ന് അഷ്ടമി ശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. ദശമി വിളക്ക് ദിനമായ വ്യാഴാഴ്ച ക്ഷേത്രത്തിനകത്ത് നങ്ങ്യാർകൂത്ത്, വെള്ളിയാഴ്ച ഏകാദശി വിളക്ക് തുടങ്ങിയവ നടക്കും. ശനിയാഴ്ച ദ്വാദശി ഊട്ടോടെ ഉത്സവം സമാപിക്കും. നീരൊഴുക്ക് തടസ്സപ്പെടുന്ന തരത്തിൽ പാഴ്ചെടികളും മരങ്ങളും വളർന്ന് അവഗണനയിൽ നശിക്കുകയാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരത്തുള്ള കല്ലൻതോട്. മണ്ണ് വീണ് നികന്നും വശങ്ങളിടിഞ്ഞും ശോച്യാവസ്ഥയിലുള്ള തോടിനെ വീണ്ടെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഒരു കാലത്ത് കല്ലൻതോട്ടിലെ വെള്ളത്തെയായിരുന്നു പ്രദേശത്തെ കർഷകർ നെൽകൃഷിക്കായി ആശ്രയിച്ചിരുന്നത്. മഴക്കാലത്ത് ഉയർപ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കൃഷിയിടങ്ങളിൽ കെട്ടിക്കിടക്കാതെ സമീപത്തുള്ള കുറുമാലിപ്പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നത് ഈ തോട് വഴിയാണ്. വേനൽക്കാലമായാൽ തോട് വറ്റി വരണ്ടുപോകും. വാസുപുരത്ത് കല്ലൻതോട് പാലത്തിന് സമീപം മുളകളും മറ്റ് പാഴ്മരങ്ങളും വളർന്ന് തോട് കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ കാട് മൂടിക്കിടക്കുകയാണ്. വിജനമായ ഈ ഭാഗത്ത് പാലത്തിന് ചുവടെ തോട്ടിൽ മാലിന്യ നിക്ഷേപവും വർദ്ധിച്ചു വരികയാണ്. നിറയെ കുറ്റിക്കാടുകളും അതുപോലെ തന്നെ ഈ മുള ചാഞ്ഞു കിടന്ന് വെള്ളത്തിന് സുഗമമായി ഒഴുകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ശക്തമായ കാലവർഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ വെള്ളക്കെട്ടുണ്ടായിട്ട് ഈ സമീപത്ത് കാണുന്ന ഈ കൃഷിത്തോട്ടങ്ങളിലൊക്കെ വെള്ളം കയറി കൃഷിനാശം വമ്പിച്ച രീതിയിലുള്ള കർഷകർക്ക് കൃഷിനാശം സംഭവിക്കും. അത് വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. തോട് വൃത്തിയാക്കാത്തതിൽ മഴക്കാലത്ത് വെള്ളം ശരിയായി ഒഴുകിപ്പോകാത്തത് വെള്ളക്കെട്ടിനും കൃഷിനാശത്തിനും കാരണമായിട്ടുണ്ട്. തോട് പുനരുദ്ധീകരിച്ചാൽ കൃഷിനാശം ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും വെട്ടിമാറ്റിയും മാലിന്യം കോരിക്കളഞ്ഞും ബണ്ടിടിഞ്ഞ ഭാഗത്ത് കയർഭൂ വസ്ത്രം സ്ഥാപിച്ചും കല്ലൻതോടിനെ വീണ്ടെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. കടപ്പുറം മാട്ടുമ്മലിൽ സ്റ്റോർ അനുവദിക്കുമെന്ന് NK അക്ബർ MLA. മാട്ടുമ്മൽ കാരേക്കടവിൽ പൊതുവിതരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷജീറ ഷാഹിർ, ജില്ലാ സപ്ലൈ ഓഫീസർ TJ ആശ, പഞ്ചായത്ത് മെമ്പർമാരായ MS പ്രകാശൻ, റാഹില വഹാബ്, AK മുനീർ, താലൂക്ക് സപ്ലൈ ഓഫീസർ TC ജലജകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 4ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം DCC സെക്രട്ടറി VK രഘുസ്വാമി നിർവഹിച്ചു. പൊതുയോഗം DCC സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ബിജോയ് ബാബു, കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷറഫു പന്നിത്തണം സ്പോർട്സ് കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. OS വാസുദേവൻ, സജീവ് ചാത്തനാത്ത്, PB പ്രസാദ്, PT സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ആത്രേയ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. കുരിയച്ചിറ സെന്റ് ജോസഫ് പള്ളി പിതൃവേദിയുടെ സഹകരണത്തോടെ ദേവാലയ ഹാളിൽ നടന്ന ക്യാമ്പ് ഇടവക വികാരി ഫാദർ ഫ്രെഡറിക് എലുവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ദന്തശുചിത്വം, മൊത്തത്തിലുള്ള ആരോഗ്യം എന്ന വിഷയത്തിൽ ആത്രേയ ആശുപത്രിയിലെ ദന്തരോഗ വിഭാഗം മേധാവി ഡോക്ടർ നിതിൻ സെൽവകുമാർ ബോധവൽക്കരണം നടത്തി. ആശുപത്രി ഓപ്പറേഷൻസ്, ക്വാളിറ്റി ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ റെമിൽ യേശുദാസ്, പള്ളി മാനേജിംഗ് ട്രസ്റ്റി ഷാജു പുലിക്കോടൻ, പിതൃവേദി പ്രസിഡന്റ് ജോൺസൺ കൊക്കൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 160ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഇവർക്ക് ആത്രേയ ആശുപത്രിയിലെ കാർഡിയോളജി, ന്യൂറോളജി, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, ENT, ഡെന്റിസ്ട്രി, ന്യൂട്രീഷൻ, റിഹാബ്, സൈക്കോളജി വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെയും ആരോഗ്യ വിദഗ്ധരുടെയും സേവനങ്ങൾ ലഭ്യമാക്കി. ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, ECG, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, ബോഡി കോമ്പോസിഷൻ അനലൈസർ, കാർഡിയോളജി സ്ക്രീനിംഗ് ടെസ്റ്റ് എന്നീ പരിശോധനകളും സൗജന്യമായി ചെയ്തു നൽകി.
കൂടാതെ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി നൽകി. കോടശ്ശേരി ചായ്പൻകുഴി സെന്ററിൽ നീതി മെഡിക്കൽ സ്റ്റോർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിവേദനം നൽകി. ജില്ലാ സഹകരണ ബാങ്ക് ജോയിന്റ് രജിസ്ട്രാർ കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് 431 പേർ ഒപ്പിട്ട നിവേദനം നൽകിയത്. ഗ്രൂപ്പ് ഭാരവാഹികളായ KM ജോസ്, വർഗീസ് പൊറായി, ഓമന പോട്ടക്കാരൻ, TT ബേബി എന്നിവരാണ് നിവേദക സംഘത്തിലുണ്ടായിരുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ബുധനാഴ്ച ആഘോഷിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് തെക്കുമുറി ഐക്യരക്കുന്ന് മണലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താലിവരവ് നടക്കും. ബുധനാഴ്ച രാവിലെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നടക്കും. ഉച്ചതിരിഞ്ഞ് കരയോഗങ്ങളുടെ പൂരം വരവും തുടർന്ന് പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ കൂട്ടി എഴുന്നള്ളിപ്പും നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തായമ്പകയും രാത്രിയിൽ മഹാഗുരുതിയും നടക്കും. 12-ന് പുലർച്ചെ പൂരം വരവ്, എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. രാവിലെ ഹരിത ആയുർവേദ കമ്പനി കുളത്തിൽ പാലക്കൽ ദേവിയുടെ ആറാട്ട് നടക്കും. തുടർന്ന് ആറാട്ട് കഞ്ഞി വിതരണം, തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവയോടെ പൂരം സമാപിക്കും. ക്ഷേത്രം പ്രസിഡന്റ് TS അനിൽ, സെക്രട്ടറി സുബ്രൻ ഇടശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ടൗൺ അമ്പ് ഫെസ്റ്റ് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ കൊടിമരത്തിൽ കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാട്ട് കൊടിയേറ്റം നിർവഹിക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി 11-ന് മതസൗഹാർദ്ദ സദസ്സ് സംഘടിപ്പിക്കും. 12-ന് ഉച്ചതിരിഞ്ഞ് 4-ന് മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രദർശന ബാൻഡ് മേളം നടക്കും. വൈകിട്ട് 5-ന് മാർക്കറ്റിലെ കപ്പേളയിൽ നിന്നും അമ്പ് പ്രദക്ഷിണം ആരംഭിക്കും. ഭാരവാഹികളായ റെജി മാളക്കാരൻ, ജിക്സൺ മങ്കിടിയാൻ, ബെന്നി വിൻസെന്റ്, ടെൽസൺ കോട്ടോളി, അഡ്വക്കേറ്റ് ഹോബി ജോളി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SFI നാട്ടിക ഏരിയ സമ്മേളനം തളിക്കുളത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TR അർജുൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MS ഹിജാസ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി അലോക് മോഹൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഭിജിത്ത് ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിച്ച തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രം കിഴക്കേ നട റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം സജിത സുരേഷ്, മുൻ പഞ്ചായത്ത് അംഗം K ബാലകൃഷ്ണൻ, തിരുവല്ലോമല ദേവസ്വം മാനേജർ S വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സൗത്ത് ഏരിയ കൺവെൻഷൻ കുട്ടനെല്ലൂരിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈബി ഡൈസൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സീനിയോറിറ്റി പെൻഷൻ എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നും പ്രസവാനുകൂല്യം ഒറ്റത്തവണ നൽകണമെന്നും ഏരിയ കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തിരുവല്ലോമല അഖില കേരള എഴുത്തച്ഛൻ സമാജം കണിയാർക്കോട് ശാഖ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണനുണ്ണി യോഗം ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ഗോപാലൻ എഴുത്തച്ഛൻ അധ്യക്ഷത വഹിച്ചു. സമാജം സംസ്ഥാന പ്രസിഡന്റ് സുരേഷ്, സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായ അരവിന്ദാക്ഷൻ, വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വെള്ളറക്കാട് മനപ്പടിയിൽ വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VR അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ NV ആന്റണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ PN വിഷയകുമാർ, ഇടം പ്രസിഡന്റ് EK മിനി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അക്ബർ അലി, നാരായണൻ കോടനാട്, പ്രീതി രാജേഷ് എന്നിവർ സംസാരിച്ചു. വെള്ളറക്കാടനയുടെ പ്രതിനിധികളാണ്. സഹോദരി സഹോദരന്മാർക്കും നാട്ടുകാർക്കും അഡ്വക്കേറ്റ് VR അനൂപ് ഈ അധ്യക്ഷ ഇന്നലകളിൽ വേൾഡ് കരാട്ടെ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പ്രീമിയർ ലീഗ് 1 കരാട്ടെ ചാമ്പ്യൻഷിപ്പിലേക്ക് വടക്കേക്കാട് നായരങ്ങാട് സ്വദേശി KP മിതാലിക്ക് സെലക്ഷൻ ലഭിച്ചു. UAE-യിലെ ഫുജേറയിൽ ഈ മാസം 12 മുതൽ 15 വരെ നടക്കുന്ന മത്സരത്തിൽ കത്ത വിഭാഗത്തിലാണ് മിതാലി മത്സരിക്കുന്നത്. പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും 1-ാം സ്ഥാനം നേടിയാണ് മിതാലി അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 3 വയസ്സ് മുതൽ കരാട്ടെ അഭ്യസിക്കുന്ന മിതാലി കിനോജി റിയു ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർഷൽ ആർട്സിൽ സുനിലിന്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത്.
തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് ആനയോട്ടത്തോടെ തുടക്കമായി. 3 ആനകൾ പങ്കെടുത്ത ആനയോട്ടത്തിൽ ഒന്നാമതെത്തി കൊമ്പൻ തടത്താവിള സുരേഷ് കോലമേന്താനുള്ള അവകാശം സ്വന്തമാക്കി. ഊട്ടോളി മഹാദേവൻ, മൂത്തകുന്നം പത്മനാഭൻ എന്നീ കൊമ്പന്മാരും ആനയോട്ടത്തിൽ പങ്കെടുത്തു. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രദോഷ നൃത്തം, കൊന്നക്കൽ പാണ്ടി തുടങ്ങിയ ചടങ്ങുകളോടെ ശിവരാത്രി ആഘോഷിക്കും. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ടൗൺ അമ്പ് നടന്നു. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷനാണ് ടൗൺ അമ്പ് ഒരുക്കിയത്. വെള്ളിക്കുളം ജംഗ്ഷനിൽ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മതസൗഹാർദ്ദ സമ്മേളനവും നടന്നു. തുടർന്ന് അമ്പ് പ്രദക്ഷിണം നടന്നു. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ നഗര കാഴ്ചയും സംഘടിപ്പിച്ചിരുന്നു. പറ്റ് മൂത്തിട്ടേ കുടിച്ചതങ്ങട് അത് മറ്റേ സാധനം അത് പറപ്പിക്കുന്നുണ്ട്. ഇനി നോക്കാം സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,475 രൂപ, പവന് 1,15,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മയക്കുമരുന്ന് കടത്തലിലൂടെ അനധികൃതമായി സമ്പാദിച്ച പ്രതികളുടെ 60 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി പോലീസ്. രാസലഹരി കടത്തുകേസിലെ 10 പ്രതികളെ 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിലാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച് ജില്ലാ പോലീസ് മേധാവി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ തൃപ്രയാറിൽ നടക്കും. പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടന്നു. തൃശൂർ മൃഗശാലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റുന്നതിനുള്ള തടസ്സങ്ങൾ മാറി. മൃഗങ്ങളെ മാറ്റാനുള്ള ഉത്തരവ് കേന്ദ്ര സൂ അതോറിറ്റി പുതുക്കി നൽകി. ഈ മാസം അവസാന വാരത്തോടെ സുവോളജിക്കൽ പാർക്ക് തുറക്കും. അരിമ്പൂർ അന്തിക്കാട് മേഖലയിലെ 2400-ലേറെ ഏക്കർ പാടത്ത് നെൽകൃഷി വെള്ളം കിട്ടാതെ ഉണക്ക് ഭീഷണിയിൽ. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കർഷകരുടെ പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.